ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിന്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് വ്യാകരണ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പ്രോനൗൺസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് തുടർന്നുകൊണ്ടിരുന്നത്. ഇന്ന് പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെയുള്ള വ്യാകരണ ഭാഗങ്ങൾ എളുപ്പമാക്കി തീർക്കാം എന്നതാണ് കാണാൻ വേണ്ടി പോകുന്നത്. പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തി പ്രധാനമായി ചോദിക്കാറുള്ള വ്യാകരണ ഭാഗങ്ങളാണ് fill in the blanks with the suitable pronouns or editing or error corrections, dialogue completion using pronouns, especially using question tags, active and passive voice, reporter speech, etc. ഇവ ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി fill in the blanks. ചോദ്യം എങ്ങനെയാണെന്ന് വിചാരിക്കൂ. ഡാഷ് speak English well. The pronouns given in bracket are my, I, me. ഇതിലേതാണ് ഉചിതമായ pronoun form? Question once again. Dash speak English well. Pronouns നന്നായി പഠിച്ച ഒരു കുട്ടിക്ക് മനസ്സിലാവും. ഇവിടെ വിട്ട ഭാഗം സബ്ജക്റ്റിന്റെ സ്ഥാനമാണ്. ഡാഷ് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റാണ് ഇവിടെ വിട്ടുപോയത്. അപ്പൊ തീർച്ചയായിട്ടും സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രോനൗണിന്റെ കേസാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രോനൗണിന്റെ കേസാണ് സബ്ജക്റ്റീവ് കേസ്. നമ്മൾ സബ്ജക്റ്റീവ് കേസായിട്ട് പഠിച്ചെന്താ? ഐ. അപ്പോൾ ഓപ്ഷൻസിൽ നിന്നും ഐ തിരഞ്ഞെടുത്തെഴുതാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. മൈ എന്നതും മീ എന്നതും പൊസസീവ് കേസും ഒബ്ജക്റ്റീവ് കേസും മാത്രമാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം, അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഐ തിങ്ക് ഡാഷ് ഇംഗ്ലീഷ് ഈസ് ഗുഡ്. ബ്രാക്കറ്റിൽ നിന്ന് ഐ, മൈ, മീ ഇവയിൽ ഏറ്റവും ഉചിതമായ പ്രോനൗൺ ഫോം ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച്. ഐ തിങ്ക് ഡാഷ് ഇംഗ്ലീഷ് ഈസ് ഗുഡ്. അപ്പോൾ അവിടെ ഡാഷ് ഇംഗ്ലീഷ് ഈസ് ഗുഡ് അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്തല്ല വരുന്നത്. അതുകൊണ്ട് സബ്ജക്റ്റീവ് കേസായ ഐ അവിടെ യോജിക്കുകയില്ല. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തുമല്ല വരുന്നത്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് കേസായ മീ എന്നതും അവിടെ ശരിയാവുകയില്ല. അപ്പോൾ ബാക്കിയുള്ളത് പൊസസീവ് കേസാണ്, മൈ എന്നതാണ്. അപ്പം നമുക്ക് തെറ്റുകൂടാതെ അത് പ്രയോഗിക്കാം. ഐ തിങ്ക് മൈ ഇംഗ്ലീഷ് ഈസ് ഗുഡ്. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ടീച്ചേഴ്സ് ഹെൽപ്പ് ഡാഷ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ഐ, മൈ, മീ, മൈസെൽഫ് തുടങ്ങിയവ. എങ്ങനെയാണ് ഈ സെന്റൻസ് ആവശ്യപ്പെടുന്ന ശരിയായ പ്രോനൗൺ ഫില്ല് ചെയ്യുക? ടീച്ചേഴ്സ് ഹെൽപ്പ് ഡാഷ്. ഇപ്പൊ ടീച്ചേഴ്സ് എന്നുള്ളത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്ന നൗണാണ്. അപ്പൊ അവിടെ ബ്ലാങ്ക് ഇല്ല. വിട്ട ഭാഗം വരുന്നത് ടീച്ചേഴ്സ് ഹെൽപ്പ് മീ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പൂരിപ്പിക്കേണ്ടുന്ന, ഫില്ല് ചെയ്യേണ്ടുന്ന പ്രോനൗൺ ഒബ്ജക്റ്റീവ് കേസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു സംശയവുമില്ലാതെ ഒബ്ജക്റ്റീവ് കേസായ മീ അവിടെ ചേർക്കാവും. അപ്പോൾ കറക്റ്റ് സെന്റൻസ് ഈസ് ടീച്ചേഴ്സ് ഹെൽപ്പ് മീ. ഈ രീതിയിൽ വേണം പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യാകരണ ഭാഗമായ ഫിൽ ഇൻ ദ ബ്ലാക്സ് നിങ്ങൾ പരീക്ഷയ്ക്കും മത്സര പരീക്ഷകൾക്കും ഒക്കെ ചെയ്യാൻ വേണ്ടത്. ഇനി പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തി മറ്റൊരു വ്യാകരണ ഭാഗം പരിശോധിക്കാം. എറർ കറക്ഷൻ ഓർ എഡിറ്റിംഗ്. The sentences given for error correction or editing are his speaks English well, him thinks he English is good because teachers help he. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോനൗൺസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എഡിറ്റിങ്ങിന് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെന്റൻസുകളുടെയൊക്കെ ഉത്തരങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ സെന്റൻസ് ഹിസ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ.
ഈ സെന്റൻസിൽ ഹിസ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്നത് ഹിസ് എന്നത് സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് കടന്നു വരുന്നത്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരിക്കലും ഹിസ് എന്ന പൊസസീവ് കേസ് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ സബ്ജക്റ്റീവ് കേസായ ഹി തന്നെ ഉപയോഗിക്കണം. സോ ദ കറക്റ്റ് സെന്റൻസ് ഇസ് ഹി സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഇനി രണ്ടാമത്തെ സെന്റൻസ് ആയ ഹ്യൂ തിങ്സ് ഹി ഇംഗ്ലീഷ് ഈസ് ഗുഡ്. ഹ്യൂ തിങ്സ് ഹി ഇംഗ്ലീഷ് ഈസ് ഗുഡ് എന്ന വാചകത്തിൽ ഹ്യൂ എന്നത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കടന്നു വരുന്നു, പക്ഷേ ഒബ്ജക്റ്റീവ് കേസാണ്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് കേസായ ഹിമ്മിനെ മാറ്റി സബ്ജക്റ്റീവ് കേസായ ഹി പ്രയോഗിക്കണം. ഫോർ എക്സാമ്പിൾ ഹി തിങ്സ്. അടുത്തത് കടന്നു വരുന്നത് ഹി ഇംഗ്ലീഷ്. ഒരിക്കലും ഹി എന്ന സബ്ജക്റ്റീവ് കേസ് ഹി ഇംഗ്ലീഷ് എന്ന രീതിയിൽ പ്രയോഗിക്കുകയില്ല. അപ്പോൾ ഹി ഇംഗ്ലീഷ് എന്നതിൻ്റെ കറക്റ്റ് ഗ്രാമറാണ് ഹിസ് ഇംഗ്ലീഷ്. പൊസസീവ് കേസാണ് അവിടെ വേണ്ടത്. കണ്ടിന്യൂയിങ് സെന്റൻസ് ഇതാണ്, ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ഹി. അവിടെ ഒബ്ജക്റ്റീവ് കേസ് പ്രയോഗിക്കേണ്ട സ്ഥാനത്താണ് സബ്ജക്റ്റീവ് കേസായ ഹി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹി മാറ്റി ഹിം എന്ന് ഉപയോഗിക്കണം. കറക്റ്റ് സെന്റൻസ് ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ഹിം. ഞാൻ എഡിറ്റ് ചെയ്ത ഭാഗം ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഹി സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഹി തിങ്സ് ഹിസ് ഇംഗ്ലീഷ് ഈസ് ഗുഡ് ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ഹിം. ഇനി പ്രോനൗൺ ബേസ് ചെയ്തുകൊണ്ട് കടന്നു വരുന്ന മറ്റൊരു വ്യാകരണ ഭാഗമാണ് ഡയലോഗ് കംപ്ലഷൻ. ഒരു സംഭാഷണത്തിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. മിക്ക സന്ദർഭങ്ങളിലും ക്വസ്റ്റ്യൻ ടാഗാണ് ഡയലോഗ് കംപ്ലഷന് കടന്നു വരുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന വ്യാകരണ ഭാഗം വിശദമായി തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാം, ക്വസ്റ്റ്യൻ ടാഗിൽ നിർബന്ധമായി ഉപയോഗിക്കേണ്ടുന്ന ഒരു വ്യാകരണ ഭാഗമാണ് പ്രോനൗൺ. ക്വസ്റ്റ്യൻ ടാഗിന്റെ സൂത്രവാക്യം തന്നെ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് പ്രോനൗൺ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന നിലയിലാണ്. നെഗറ്റീവ് ടാഗിലാണെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് ഇൻഡ്, നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന എൻ അപ്പോസ്ട്രോഫി ടി പ്ലസ് പ്രോനൗൺ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്, ഈ ക്രമത്തിലാണ് വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്വസ്റ്റ്യൻ ടാഗിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ് പ്രോനൗൺ. ഇനി ഡയലോഗ് കംപ്ലഷൻ എന്ന വ്യാകരണ ഭാഗം എങ്ങനെയാണ് ചോദ്യം ഉത്തരം എന്ന നിലയിൽ ക്രമീകരിക്കുക, പരിശീലിക്കുക എന്ന് സൂചിപ്പിക്കാം. ക്വസ്റ്റ്യൻ: രാജു, യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, കോമ, ഡോട്ട്സ്, ക്വസ്റ്റ്യൻ മാർക്ക്. രവി, യെസ്, കോമ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്ലുവൻ്റ്ലി, കോമ, ഡോട്ട്സ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഞാനിവിടെ കോമ, ഡോട്ട്സ്, ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് സൂചിപ്പിച്ചത് ഡയലോഗിലെ ആക്ച്വൽ വേർഡ്സ് കൊണ്ടുണ്ടാക്കിയ സെന്റൻസുകൾ പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ വാചകത്തിൽ എങ്ങനെയാണ് പൂരിപ്പിക്കുക? യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, കോമ, ഡോട്ട്സ്, ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് അവിടെ ശരിയായ ഉത്തരം? യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഡോണ്ട് യു? ഡോണ്ട് യു എന്നുള്ളത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇവിടുത്തെ ഡയലോഗ് പൂർണ്ണമാകണമെങ്കിൽ വിട്ട ഭാഗത്ത് ഡോണ്ട് യു എന്ന് ചേർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടുത്ത സെന്റൻസിൽ യെസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്ലുവൻ്റ്ലി, എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ട ഭാഗം? യെസ് ഇറ്റ് ഈസ് നോട്ട് ഫ്ലുവൻ്റ്ലി. ഇറ്റ് ഈസ് നോട്ട് ഫ്ലുവൻ്റ്ലി നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഈസ് ഇറ്റ് എന്നതാണ് കറക്റ്റ് ആൻസർ. ഞാൻ ആൻസർ ചേർത്തുകൊണ്ട് ആ ചോദ്യം ഒന്നുകൂടെ വായിക്കുന്നു. ഡയലോഗ് കംപ്ലീഷൻ: രാജു, യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ഡോണ്ട് യു? രവി, യെസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്ലുവൻ്റ്ലി, ഈസ് ഇറ്റ്? ഇങ്ങനെയാണ് ഡയലോഗ് തുടർന്നു പോകുന്നത്.
പിന്നീടുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇവിടെ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് പ്രോനൗൺസുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യാകരണ ഭാഗങ്ങൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യാകരണ ഭാഗമാണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഹി ഹെൽപ്സ് ഹിസ് ഫ്രണ്ട്സ്. ഹി ഹെൽപ്സ് ഹിസ് ഫ്രണ്ട്സ്. ഇത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇവിടെ കടന്നു വന്ന പ്രോനൗൺസ് ഹി, ഹിസ് തുടങ്ങിയവയാണ്. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് കർത്തരി പ്രയോഗം എന്ന് മലയാള വ്യാകരണത്തിൽ പറയുന്നത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നീ ക്രമത്തിൽ വരുന്ന വാക്യഭാഗമാണ്. ഹി ഹെൽപ്സ് ഹിസ് ഫ്രണ്ട്സ് എന്നതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹിസ് ഫ്രണ്ട്സ് ആർ ഹെൽപ്ഡ് ബൈ ഹിം. അപ്പോൾ കടന്നു വന്ന പ്രോനൗൺസ് ആണ് ഹിസ് എന്നതും ബൈ ഹിം, ഹിം എന്നതും. പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സ്പീച്ചിനെ സംബന്ധിച്ചുള്ള വിശദമായ പ്രാക്ടീസ് ക്ലാസ്സുകൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ കാണുക. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റേണ്ടുന്ന പ്രോനൗൺസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. മൈ ഫ്രണ്ട് രാജു said to his friend Renu, comma, inverted comma, I can help you, full stop, inverted comma or quotation closed. ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. My friend Raju said to his friend Renu, I can help you. ചോദ്യത്തിൽ കടന്നു വന്ന പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. മൈ, ഹിസ്, ഐ, യു. പ്രൊനൗൺസിന്റെ പ്രാധാന്യം മനസ്സിലായോ? വ്യാകരണ ഭാഗങ്ങളിൽ എത്രമാത്രം പ്രൊനൗൺസ് കടന്നു വരുന്നുണ്ടെന്നും. എന്താണ് ഇതിന്റെ ഉത്തരം? റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഈ ചോദ്യം ഡയറക്റ്റ് സ്പീച്ചിലാണ്. അതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ. മൈ ഫ്രണ്ട് രാജു ടോൾഡ് ഹിസ് ഫ്രണ്ട് രേണു ദാറ്റ് ഹി കുഡ് ഹെൽപ്പ് ഹെർ. റിപ്പോർട്ട് സ്പീച്ചിനെ സംബന്ധിക്കുന്ന റൂൾസും വേർഡ് ഓർഡറും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട വ്യാകരണ ഭാഗങ്ങളുടെ പ്രാക്ടീസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വ്യാകരണ ഭാഗവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുമായി കടന്നു വരുന്നതാണ്. പതിവായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ക്ലാസ്സുകളുടെ തുടർച്ച പരിശീലിച്ച് നേടുന്നതിന് വേണ്ടി പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മനസ്സിലാക്കി സിസ്റ്റമാറ്റിക്കായി പരിശീലിച്ച് അറിവും കഴിവും കൊണ്ട് വളരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വൈവിധ്യമാർന്ന വ്യാകരണ ഭാഗങ്ങളുമായി വീണ്ടും കാണാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി നൽകി വിട പറയുകയാണ്. താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.